ലവ് പൂച്ചിന്റെ കൂടെയാ 7:30 പെർഫെക്റ്റ് ദോശ നോക്ക് ഞങ്ങൾ രണ്ടാളും മാത്രമാക്കുന്നത് അല്ല അശ്വിനിയുണ്ട് ചിക്കൻ ചാറ് കറിയും ദോശയും ഞങ്ങൾ രണ്ടാളെ റെസിപ്പിയും 2 രീതിയിലാണ്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അമ്മ കൊടുത്തോന്ന്. അമ്മൂന് ക്ലാസ് ഉണ്ട്, ഉള്ളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാനും മാതും മനുവേട്ടനും കൂടിയിട്ട് അശ്വിനിയുടെ അടുത്ത് പോകുന്നത്. പെട്ടെന്നായിരുന്നു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത് അല്ലേ. അതുകൊണ്ട് നമ്മൾ മേക്കപ്പ് ചെയ്തിട്ടുണ്ടില്ലേ? അതെ, അല്ലെങ്കിൽ ഇങ്ങനെ എണീച്ച പോലെ പൊട്ടി. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ അശ്വിനിയുടെ അടുത്ത് പോകാമെന്ന് വിചാരിക്കുന്നത്. അവിടെ ഇപ്പം മിതുവേട്ടനില്ല. മിതുവേട്ടൻ ഇന്ന് വരുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ രാവിലെ നിങ്ങൾ വരുമോ എന്ന് ചോദിച്ചിനി. അപ്പോൾ ഞാനിങ്ങനെ ഉച്ചക്കേശം ഇങ്ങനെ ഇരുന്നാലേക്കും എനിക്ക് തോന്നി അവിടെ പോയിട്ട് എന്തായാലും പുറത്തൊന്നും ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്ന്. അപ്പോൾ അവിടെ പോയിട്ട് എല്ലാവർക്കും ഒരുമിച്ച് കുക്ക് ചെയ്ത് ഫുഡ് കഴിച്ചാലോ എന്ന് ആലോചിച്ചു. നമ്മൾ നിശ്ചയം എടുത്തിട്ടുണ്ട്, ഇനി മുതൽ പുറത്തുനിന്ന് ഫുഡ് ഒൺലി ഓൺ സാറ്റർഡേ. അതെ, അതുകൊണ്ട് മാത്രമല്ല ഇന്നിപ്പോൾ എന്തായാലും ഇതോട്ടിന് പുറത്ത് ഫുഡ് കഴിക്കാൻ പോകാൻ പറ്റില്ലല്ലോ. ശരിയാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ അശ്വിനിയുടെ അടുത്ത് പറഞ്ഞു, നമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് റെഡിയാവാൻ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ മാധുവിൻ്റെ അടുത്ത് പറഞ്ഞു, മാധു എന്നാൽ പിന്നെ നമുക്കിതൊരു വ്ളോഗ് ആക്കിയാലോ അത്. അങ്ങനെ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണ് വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ അമ്മ ഇപ്പോൾ വരുന്നില്ല. അമ്മൂന് 7:30 വരെ ക്ലാസ് ഉണ്ട്. ഓളെ കാത്തുനിന്നാൽ പിന്നെ നമ്മൾ സാധനമെല്ലാം മേടിച്ചിട്ട് എത്തുമ്പോഴത്തേക്ക് 8:30 ആവും. അപ്പോൾ അതിനേക്കാളും മുന്നേ നമുക്ക് പോകാൻ തോന്നും. ഞാനും മനോട്ടനും മാധു ഇപ്പോൾ പോവും. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് മനോട്ടൻ അമ്മൂനെ കൂട്ടാൻ വരും. അപ്പോൾ അതാണ് ഞങ്ങൾ രണ്ടാളും റെഡിയായി. മനോട്ടൻ റെഡി ആയിട്ടാണ്. അപ്പോൾ മനോട്ടനെ വെയിറ്റ് ചെയ്യുന്നത്. മനോട്ടൻ റെഡി ആയപ്പാട് ഞങ്ങൾ പോവും. ഓക്കെ, അപ്പോൾ പോകുന്ന വയ്ക്കണം. ബൈ ബൈ. മനോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? 2 വാക്ക്. ഒന്നും പറയാനില്ല ഗൈസ്. ഓക്കെ, ഞങ്ങൾ ഇറങ്ങി ഇന്ന് മാധു പറയാൻ പറഞ്ഞു. നമ്മളെ ആയുധങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. നമ്മളെ ഒന്നും മുടങ്ങിയില്ലേ ഗൈസ്. നമ്മളങ്ങനെ ഇറങ്ങി. നമുക്ക് അവിടെ അശ്വിനിയുടെ റൂമിൻ്റെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, ആമ്പർ. അവിടെ നിന്ന് നമുക്ക് പോയിട്ട് അവിടെ നമുക്ക് സാധനം മേടിക്കാം. സാധനമായിട്ടൊന്നുമില്ല, ചിക്കൻ കറി ആക്കാൻ തോന്നുള്ളൂ. പിന്നെ ദോശയ്ക്ക് അരി പൊതുക്കാന്ന് പറഞ്ഞു. അപ്പോൾ ദോശയും ചിക്കൻ കറി സെറ്റ്. അപ്പോൾ ചിക്കൻ മേടിക്കണം, വേറൊന്നും മേടിക്കേണ്ട എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു. നമുക്കൊന്ന് വേഗം പോയിട്ട് അവിടെ നിന്ന് ചിക്കനും മേടിച്ചിട്ട് റൂമിൽ പോകാം. ചിക്കൻ ആരും വൃത്തിയാക്കും, ആടെയാണ് ഇപ്പോൾ ഒരു ഡൗട്ട്. ആരും ഒന്നും മിണ്ടണില്ല. ഓക്കെ നമ്മളങ്ങനെ അയ്യോ പോയി ഇനി അങ്ങ് എത്തിയാലേ കിട്ടുള്ളൂ. പക്ഷെ എന്നാലും നമുക്ക് ഫോണിലൊന്നും കാണട്ടില്ല. നമ്മള് എൻ്റെ അകത്തെത്തിയിട്ട് എടുക്കാം. അതെ, നമ്മളങ്ങനെ ചിക്കൻ വാങ്ങിച്ചു. ചിക്കൻ മാത്രമേ മേടിച്ചിട്ട് വേറെ ഒന്നും മേടിച്ചില്ല. കാരണം വേറെ ഒന്നും മേടിക്കണ്ടെന്നോട് വീണ്ടും ഓടി ഓട്ടിയില്ലേ. എല്ലാം ഉണ്ട്, വേറെ ഒന്നും എടുക്കണ്ടെന്നുണ്ട്. നമ്മൾ വേറെ ഒന്നും വാങ്ങിച്ചിട്ട് ചിക്കൻ മാത്രം. നമുക്ക് നേരെ പോവാം. ആമിക്ക് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. അവള് പറഞ്ഞിട്ടുണ്ടാവും ശരി നമ്മ വരുന്നുണ്ട്. ആമി കാത്തിക്കുന്നുണ്ടാവും. അയ്യോ കറണ്ട് പോയത്. ഓക്കെ, ആമി സർപ്രൈസ് ആണ് നോക്കാലോ നമുക്ക്. ചിലപ്പോ ലിഫ്റ്റ് കാത്തു നിൽക്കുന്നു. പൂച്ചിന്റെ കൂടെയാ? അതിന് മേലെയാക്കോ? നമുക്കൊരു ഗസ്റ്റ് ഉണ്ട് ഗൈസ്, കൂടെ പൂച്ചയുണ്ട്. ചിക്കന്റെ മണം കേട്ടിട്ട് വന്നതാണോ? ഇതേ ലിഫ്റ്റിൽ താഴെ പോയതിട്ടാ. നോക്ക്, വീട്ടിലിറങ്ങും മിക്കവാറും. അതിലിറങ്ങാൻ ചാൻസ് ഉള്ളൂ. പേടിയാന്ന് തോന്നുന്നു. കണ്ണാടി ചാടി ഇറങ്ങി ഗൈസ്. ബൈ ബൈ. ഇനി എങ്ങനെ താഴെ എത്തും നമ്മള്?
ആമി ഹലോ ഗൈസ് പറ. ഹലോ ഗൈസ് പറ. നമ്മ ചിക്കൻ കറി ആക്കാൻ പോന്നേ ഗൈസ് പറ. ആമി ഇപ്പൊ ഡ്യൂട്ടി ആക്കുന്നേ. ഗൈസ് നമ്മളങ്ങനെ അശ്വനീരുടെ അടുത്ത് എത്തി. ഓ ഇലറിഞ്ഞില്ല മേക്കപ്പ് റെഡി ആവാൻ വേണ്ടിട്ട് ഡ്രസ്സ് ഇടുമ്പോൾ ഞാൻ അതിൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് വ്ളോഗ് എടുക്കാം, എന്നാലും പോകുന്നതല്ല എന്തായാലും വ്ളോഗ് എടുക്കാം. അപ്പോഴേക്ക് മേക്കപ്പ് സെറ്റ് എടുക്കുന്നു എഴുതുന്നു. ബാമക്കാക്കാം ആ ഓക്കെ. ഹായ് പറ. ഹായ്. ആമീര ഹാപ്പി ആയിരുന്നു മിനിയാന്ന് അല്ലേ? ആമീര ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു. ആമി കേക്ക് മുറിച്ചു. ഓ ആമിക്ക് കൊറേ ഗിഫ്റ്റ് കിട്ടി അല്ലേ? കൈ ഇട്ടിടാ. കൊറേ ഗിഫ്റ്റ് കിട്ടി. എത്ര ഗിഫ്റ്റ് കിട്ടി? എത്ര? 5 ഗിഫ്റ്റ്. മാതു മുട്ടായി എടുത്തു. ഗൈസ് നമ്മ കുക്ക് ചെയ്യാൻ ഏതാനും നിമിഷങ്ങൾക്കകം കുക്ക് ചെയ്യാൻ. ഹലോ ഗൈസ്, നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടികൾ തുടങ്ങിയിരിക്കുന്നു. വിചാരിക്കും ഞങ്ങൾ രണ്ടാളും മാത്രമാക്കുന്നല്ല. അശ്വിനിയുണ്ട്. വന്നതേ ഇല്ല, ഇപ്പൊ ക്യാമറ എടുക്കാൻ വേണ്ടി മാത്രം വന്നത്. അച്ഛനും അമ്മ ഇട്ടേക്കുന്നുണ്ട്. നമ്മളിന്ന് ചിക്കൻ ചാറ് കറിയും ദോശയും. ദോശ സാധനങ്ങളെല്ലാം എവിടെയുണ്ട് നിങ്ങൾക്ക് അറിയില്ല. ഓട് വരണം, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ രണ്ടാളെ റെസിപ്പിയും 2 രീതിയിലാണ്. അശ്വിനി ഓൾറെഡി ചിക്കൻ കഴുകാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിനി. അപ്പോഴേക്കാണ് നമുക്ക് വീട്ടിൽ നിന്ന് കോൾ വന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഞാൻ പെട്ടെന്ന് കഴുകാമെന്ന് വിചാരിച്ചു. പക്ഷെ ഞാനൊരു 2-3 പീസേ കഴുകിയിട്ടു. അപ്പോഴേക്ക് തന്നെ കോൾ കട്ടാക്കിയിട്ട് ഓൾ വീണ്ടും കഴുകാൻ വേണ്ടിയിട്ട് തിരിച്ചു വന്നിട്ടുണ്ടായിനി. പൊതുവെ എനിക്ക് ചിക്കൻ കഴുകാൻ എന്തോ വലിയ ഇഷ്ടമല്ല. അപ്പോൾ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും മനുവേട്ടനാണ് കഴുകലില്ലത്. ഞാൻ അങ്ങനെ ചിക്കൻ കഴുകുന്നത് വളരെ കുറവാണ്. അത് പ്രശ്നമില്ല ഗൈസ്. ഞങ്ങളെ ഫസ്റ്റ് ദോശ റെഡിയായി. കിട്ടൂലേ? നീ ചട്ടുക നാട്ടുന്നുണ്ടതാ? മറ്റേ ദോശ ചട്ടി സ്റ്റീല്. നമ്മുടെ ചിക്കൻ കറിയുടെ തിളച്ചോണ്ടിരിക്കുന്നു. അതെ. ഉപ്പ് നോക്കിനാ? ആമിത്തുട്ടിയുടെ ഡാൻസ് കളിക്കുന്നുണ്ട് ഗൈസ്. ആമി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു ഗൈസ്. ആമിത്തുട്ടി ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. മാമി പിടിക്കാം. നമ്മളെ ദോശയും ചിക്കൻ കറി പ്രതിക്കൊണ്ടിരിക്കുന്നു. ചിക്കൻ കറി ഓൾമോസ്റ്റ് റെഡിയാണ്. ലവ് കണ്ടോന്ന്? അമ്മയ്ക്ക് എന്ത് വേണ്ടേ? ദോശ വേണോ? ദോശ വേണോ? The perfect ദോശ. അയ്യോ മാധു ഇതൊന്ന് തുറന്നു തരുമോ? ഗൈസ് നമ്മളങ്ങനെ കുക്കിംഗ്, അതെ, ഫുഡ് റെഡി ആയിട്ട് ഫുഡ് കഴിച്ചിട്ട് തിരിച്ച് ഞങ്ങൾ റൂമിലെത്താനായി. പക്ഷേ ഫുഡ് കഴിക്കുന്ന വീഡിയോ എടുത്തിട്ട. ഫുഡ് റെഡിയാന്ന് വരില്ല വീഡിയോ ഇല്ല, കഴിക്കുന്ന വീഡിയോ ഇല്ല ഗൈസ്. ദോശയും ചിക്കൻ കറി ആയിരുന്നു. ഞങ്ങൾ വയറ് നിറച്ചും കഴിച്ചു. സ്പെഷ്യൽ ചിക്കൻ കറി ആയിരുന്നു. ആമീരൊന്നിച്ച് കളിച്ചു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നുണ്ട്. നേരത്തെ പോകുമ്പോൾ അമ്മ ഉണ്ടായിച്ചാൽ രണ്ടാമത് മനോട്ടം പോയിട്ട് അമ്മൂനെ കൂട്ടിക്കൊണ്ടു. അതെ.
അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. കോലം നോക്ക്, മുടിയെല്ലാം ഇങ്ങനെ സൈഡ് കയറി. അതെ, ഇത് ചെറിയ കുട്ടി വ്ളോഗായിരിക്കും കേട്ടോ, കാരണം അത്ര സമയം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ട്. യെസ്, ഞാൻ അടിച്ചു മതിയുടെ മാത്രം ക്ലൈമാക്സ് മാത്രം 15 ഉണ്ടാവില്ല, അതോ 10 ഉണ്ടാവുക തന്നെ അറിയില്ല. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പറയാൻ തുടങ്ങി, പക്ഷെ ഇപ്പം നല്ല തണുപ്പുണ്ട്. അതെ, പകലെല്ലാം നല്ല ചൂടായി. നമ്മളിത് എത്തി, നമ്മളെ ബിൽഡിങ്ങിലെത്തി. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ബെൽ ഐക്കൺ ഞെക്കുക, നോട്ടിഫിക്കേഷൻ കിട്ടുക. തെറ്റി. ഓക്കെ ഗൈസ്, ബൈ. ലൈക്ക് ചെയ്യാം. അതെ, കൈമ നിറച്ച സാധനം ഒരുത്തിയൊക്കെ ഫ്രീ ഹാൻഡ് ആയിട്ട് നടക്കുന്നത്. ഞാനും അതെന്ത് വേലക്കാരല്ലോ അതോ. ഓക്കെ ഗൈസ്, ബൈ ബൈ ബൈ.